Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ സ്തുതി. പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കൊരുമിച്ച് ഈ ദൈവ വചന ശുശ്രൂഷ സമയം അത്ഭുതകരമായ ദൈവിക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്നിടങ്ങളിൽ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ദൈവമേ, ഈ ശുശ്രൂഷ സമയം ഞങ്ങളുടെ മേൽ അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ ഉണ്ടാവണമേ ആഗ്രഹിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സമയത്ത് പല വിധത്തിലുള്ള ഭാരങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരും രോഗങ്ങളും ഒക്കെ ഉണ്ടാവും. അതെല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. എല്ലാവരും കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ ഉണ്ടാവണമേ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അത്ഭുതകരമായി നയിക്കട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. കൈയടിച്ച് ചേർന്ന് പാടാം. ആദിചൈതന്യമേ, ആത്മചൈതന്യമേ, ആത്മചൈതന്യമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആമേൻ. പറന്നിറങ്ങണമേ. ചേർന്ന് പാടിക്കേ. ആദിചൈതന്യമേ, യെസ്, പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. കൈകൾ ഉയർത്തി, കൈകൾ അടിച്ച് പാടി പാടി അഭിഷേകമാരി ചൊരിഞ്ഞവനെ, ആമേൻ, നിറയണമേ, വന്നു നിറയണമേ. ആമേൻ. ഹല്ലേലൂയ പാടുമിദാസരി. യെസ് യെസ്. ആദ്യ നൂറ്റാണ്ടിൽ പന്തക്കുസ്ത നാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനെ, നിറയണമേ, വന്നു നിറയണമേ. ആമേൻ. ഹല്ലേലൂയ പാടുമിദാസരി. രണ്ട് കരങ്ങൾ ഉയർത്തുന്ന സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഓ കർത്താവെ, ആരാധിക്കുന്നു ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും കർത്താവിന്റെ ആത്മാവ് ഇടപെടട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. ഓ പരിശുദ്ധാത്മാവെ, ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. എല്ലാ എതിർ ചിന്തകളും മാറട്ടെ. രോഗപീഠകൾ വിട്ടുമാറപ്പെടട്ടെ. മനസ്സിന്റെ ഭാരം കർത്താവ് എടുത്തു മാറ്റട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. യേശുവേ ആരാധന. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷത്തോടെ കൈകളൊക്കെ ഒന്ന് കൂപ്പിപ്പിടിച്ച് ദാ ഇങ്ങോട്ട് നോക്കിക്കേ. എന്നിട്ട് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതി. വലതും ഇടതും നിൽക്കുന്നവർക്ക് നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ചൊരു സ്തുതി കൊടുത്തേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. സ്വസ്ഥമായിട്ടിരിക്കാം. പ്രിയപ്പെട്ടവരെ, ബൈബിൾ എടുക്കാം, നോട്ട് ബുക്ക് എടുത്ത് വചനം എഴുതി നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന ധ്യാനിക്കുന്നൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ് എന്നുള്ളതാണ്. നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാൻ പറ്റിയൊരു സുന്ദരമായ വചനം സമ്മാനിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാം തിരുവചനമാണ്. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 17. യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഈശോ പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ പലതവണ വായിച്ചിട്ടുണ്ടാവും, ധ്യാനിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് ഈ വിഷയത്തിൻ്റെ മേൽ നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ അനോയിൻറ്റിങ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. വചനം പറയുകയാണ്, യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 17. ജീസസ് ആൻസ്വേർഡ് ദം, മൈ ഫാദർ ഈസ് സ്റ്റിൽ വർക്കിംഗ് ആൻഡ് ഐ ഓൾസോ ആം വർക്കിംഗ്. അതായത് ഞാൻ പ്രവർത്തിക്കുന്നു. നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയാ ഹല്ലേലൂയാ. അടുത്തിരിക്കുന്നവരോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ, നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. നിസ്സാരപ്പെട്ട കാര്യമല്ലെന്ന്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് കല്ലിനോടും മണ്ണിനോടും മരങ്ങളോടൊന്നും അല്ലെന്ന്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രവർത്തിക്കുന്നൊരു ദൈവത്തോടാണ്.
അതായത് ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നത് ഈ ഭൂമിയിൽ എവിടെയാണെങ്കിലും നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇത് ഇന്നും ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തികളും അനുഭവിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരു കൺവെൻഷന് വേണ്ടി ഒരു ദേശത്ത് ചെന്നു. അപ്പോൾ ഈ കൺവെൻഷൻ്റെ ശുശ്രൂഷ മുഴുവൻ അവർ അവിടെ അടുത്തുള്ള ലോക്കൽ കേബിൾ ടെലിവിഷൻ ശൃംഖലയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കൺവെൻഷൻ്റെ 3-ാം ദിവസം അവിടെ ഒരു സഹോദരി സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ദൂരത്ത് നിന്ന് അവർ ടാക്സി വിളിച്ച് വന്നിരിക്കുകയാണ്. ആ സഹോദരി സ്റ്റേജിൻ്റെ സൈഡിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ കൺവെൻഷൻ്റെ 1-ാം ദിവസം എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ഞാൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരാധന സമയത്ത് പരിശുദ്ധ അൾത്താരിൽ നിന്നൊരു ശക്തി എൻ്റെ മേൽ പ്രവഹിച്ചു. ഈ സഹോദരി പറയാ, ശരീരത്തിൻ്റെ ശിരസ്സുമിൻ്റെ വലതുവശത്ത് വലിയ മരവിപ്പും അസ്വസ്ഥതയുമായിട്ട് കുറച്ച് ദിവസങ്ങളായി ഈ സ്ത്രീ വലിയൊരു പീഡയിലായിരുന്നു. അവിടെ അടുത്തുള്ള ഒരു ക്ലിനിക്കിലൊക്കെ പോയി പരിശോധന നടത്തി അവിടുന്ന് മരുന്നാക്കിയിട്ട്, പക്ഷെ ഇത് കുറയുന്നില്ല. വലിയ ഭാരം. ഇതാ ആ സഹോദരി ഓൺലൈൻ ശുശ്രൂഷ, അതായത് വീട്ടിലിരുന്നു കൊണ്ട് അവർ ആ കേബിൾ നെറ്റ്വർക്കിലൂടെ ആ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വചനം കൺവെൻഷൻ പന്തലിൽ നിന്ന് ഇവരിലേക്കൊരു കൃപ ലഭിക്കുകയാണ്. ഈ സ്ത്രീ പറയാണ്, ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ അവിടെ ഇല്ല, മറിച്ച് ടെലിവിഷനിലാണ്. ഈ ടെലിവിഷനിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഈ ശിരസിലെ രോഗപീഠ കർത്താവ് എടുത്തു മാറ്റി. എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞത്, ഒരു ഐസ് വെക്കുന്നത് പോലെ നല്ല തണുപ്പ് അനുഭവപ്പെട്ടു. അതിനുശേഷം ഇതുവരെയും ആ ബുദ്ധിമുട്ടില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ വിശ്വസിക്കണം, നീ ആര് തന്നെയാണെങ്കിലും, നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും, ഇതാ കർത്താവ് നൽകുന്നൊരു വാഗ്ദാനം. നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ എഫേസുസർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 20 വചനത്തിൽ പഠിപ്പിക്കുന്നു, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. കണ്ടോ, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന, അങ്ങനെയാ വചനം പറയുന്നത്. അതായത് നമ്മൾ ചോദിക്കുന്നതിനേക്കാളും ആഗ്രഹിക്കുന്നതിനേക്കാളും വളരെ കൂടുതൽ ചെയ്തു തരാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിന്റെ അവസ്ഥ കണ്ട് നിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ്, നിന്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. യെസ്, അത് വിശ്വസിച്ചോണം. നിന്റെ ദൈവം ഈ ശുശ്രൂഷ സമയത്തും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിന്റെയൊക്കെ ചില വിഷമത്തിൽ വല്ലാണ്ട് ഇങ്ങനെ കുരുങ്ങിയിരിക്കുമല്ലേ, എൻ്റെ ദൈവം എന്നെ രക്ഷിക്കുമോ? രക്ഷിക്കുന്നു. ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഒരു കുഴപ്പം എന്നാണെന്നറിയാവോ? നമ്മൾ ആഗ്രഹിക്കുന്ന ഫ്രെയിമുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രൂപരേഖയുണ്ട്. അതിൻ്റെ അകത്തേക്ക് ദൈവത്തിൻ്റെ പദ്ധതി കടത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്, അല്ലേ? അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യം നടക്കണം, നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യം നടക്കണം, നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നടക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. ദൈവത്തിൻ്റെ പദ്ധതി അത് നമ്മുടെ പദ്ധതിയല്ല. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കറിയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട അബ്രാഹം, സാറ. ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു? അബ്രാഹത്തിന് സാറായിൽ ഒരു കുഞ്ഞ്. പ്രിയപ്പെട്ടവരെ, 75-ാമത്തെ വയസ്സിലാണ് അബ്രാഹത്തോട് ദൈവം വാഗ്ദാനം കൊടുക്കുന്നത്. 75, 76, 77, 78, 79, 80 എണ്ണിക്കൊണ്ടിരിക്കുക. ആര്? നമ്മുടെ സാറാമ്മ എണ്ണിക്കൊണ്ടിരുന്നപ്പോൾ സാറാമ്മയ്ക്ക് മനസ്സിലായി, ഇങ്ങനെ പോയാൽ ഇപ്പം തന്നെ എഴുന്നേറ്റ് നിൽക്കാൻ മേല, പിന്നെയാണ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത്. എന്തുവാ ഇതെന്താ ഇത് വല്ലതും നടക്കുമോ?
അപ്പോൾ നമ്മുടെ സാറാമ്മയുടെ തലയ്ക്കകത്തേക്ക് ഒരു ബുദ്ധി എന്താണ്? ദാസിയായ ഹാഗാറിൽ ഒരു കുഞ്ഞുണ്ടാവട്ടെ. ആരുടെ ബുദ്ധിയാ? സാറാമ്മയുടെ ബുദ്ധിയാ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പദ്ധതി എന്താ? സാറായിൽ ഒരു കുഞ്ഞുണ്ടാവണം. എന്നാൽ മനുഷ്യബുദ്ധിയായ സാറാമ്മയുടെ ബുദ്ധിയിൽ ഉദിച്ചതാണ് ഏത്? ആ ഹാഗാറിൽ ഒരു കുഞ്ഞ്, അത് ഇസ്മായേല്. പ്രിയപ്പെട്ടവരെ, അത് വളർന്നൊരു തലമുറയായിട്ട് പിന്നീട് മാറുന്നു. നമ്മൾ ശ്രദ്ധിച്ചേ, ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? കൃത്യം വ്യക്തമാണ്. അത് സാറായിൽ ഒരു കുഞ്ഞാണ്, ഹാഗാറിലല്ല. സാറായിലുള്ള കുഞ്ഞ് 100-ാമത്തെ വയസ്സിലാണ് ആ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുന്നത്. നമ്മുടെ തലയ്ക്കകത്ത് തോന്നുന്ന പദ്ധതിക്കനുസരിച്ചല്ല കാര്യങ്ങൾ നടത്തപ്പെടുന്നത്. ദൈവത്തിൻ്റെ ഒരു പദ്ധതി, നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. വലതുകര ഉയർത്തി സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യെശയ്യായുടെ പ്രവചനം 55-ാം അധ്യായം 8ഉം 9ഉം തിരുവചനം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 55 വേഴ്സ് 8 and 9. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടെ പോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. കണ്ടോ? അതായത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കണം, ഇങ്ങനെ പോകണം. നമ്മൾ വരച്ച വരയിലല്ല ദൈവത്തെ പ്രതിഷ്ഠിക്കേണ്ടത്. നമ്മുടെ ചിന്തയും പദ്ധതികൾ അത് മാനുഷികമാണ്. എന്നാൽ വചനം പഠിപ്പിക്കുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വലിയ പദ്ധതിയുള്ള ദൈവം ഇതാ നമ്മളോട് പറയാണ്, നിന്നെ കുറിച്ചുള്ള പദ്ധതിക്കനുസരിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കപ്പെടും. യെസ്, കാരണം നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ജെറമിയായുടെ പ്രവചനം 29-ാം അധ്യായം 11-ാം തിരുവചനം ഇതാ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു, നിന്നെക്കുറിച്ച് കർത്താവിനൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തോണം, ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ഞാനും നീയും, നിന്റെ ജീവിത അവസ്ഥയിൽ നീ വിശ്വസിക്കണം, ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. അത് കൃത്യം വ്യക്തമായി സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം 10 അതിൻ്റെ 14-ാം തിരുവചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു, അങ്ങ് കാണുന്നുണ്ട്, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനാഥൻ അവിടുന്ന് സഹായകനാണല്ലോ. കണ്ടോ? ദൈവം കാണുന്നുണ്ടെന്ന്, ദൈവം പ്രവർത്തിക്കുന്നു. അങ്ങ് കാണുന്നുണ്ട്. സങ്കീർത്തകൻ പറയാം, അങ്ങ് കാണുന്നുണ്ട്, കഷ്ടപ്പാടും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനാഥൻ അവിടുന്ന് സഹായകനാണല്ലോ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സങ്കീർത്തനം 55 അതിൻ്റെ 22-ാം തിരുവചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 55 വേഴ്സ് 22 വചനത്തിൽ ഇങ്ങനെയാണ്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. നിന്റെ കൂടെ ആ ദൈവ സാന്നിധ്യമുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് വിശ്വസിക്കണം, ഇത് ഏറ്റെടുക്കണം. ചിലപ്പോൾ ചിലരുണ്ടല്ലോ, ചില കാര്യങ്ങൾ വല്ലാണ്ട് സ്റ്റക്കായിരിക്കും. മുമ്പോട്ടും പോകാൻ പാടില്ല, പുറകോട്ടും പോകാൻ പാടില്ല, പെട്ടു അല്ലേ? പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയെ പോലെ ചെങ്കടലിന് മുമ്പിൽ നിൽക്കുക, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? ചെകുത്താനും കടലിന് വെട്ടയ്ക്ക് പെട്ടു. വിഷമിക്കണ്ട, നീ എങ്ങനെ പെട്ട് കിടക്കേണ്ട ഒരാളൊന്നും അല്ലെന്ന്. നീ ഇങ്ങനെ ജീവിതം നശിച്ച ഒരു വ്യക്തിയൊന്നും അല്ല. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടൊരു വ്യക്തിയല്ല. നിന്നിൽ കർത്താവ് പ്രവർത്തിക്കുന്നു.
സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം 37 അതിൻ്റെ 5-ാം തിരുവചനം നമ്മളോട് പറയുകയാണ്, നീ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കേണ്ട ഒരു വ്യക്തിയല്ല. 37-ാം തിരുവചനം, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 37 വേഴ്സ് 5. 37-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ പറയുന്നു, നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. കണ്ടോ, അവിടുന്ന് നോക്കിക്കൊള്ളും. ദൈവം നോക്കിക്കൊള്ളുമെന്ന്. ദൈവം നോക്കിക്കൊള്ളും. നീ ഇങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിന്റെ ഭാരം വർദ്ധിച്ച് അത് ശാരീരിക രോഗങ്ങളായിട്ട് മാറും. അതല്ല നമ്മുടെയൊക്കെ വീടുകളിലും വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കുന്ന ശാരീരികമായ പീഡകൾ. എന്നാൽ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചാൽ ദൈവം നോക്കിക്കൊള്ളും. സങ്കീർത്തകൻ നൽകുന്ന ഉറപ്പാണ്. സങ്കീർത്തനം 109 അതിൻ്റെ 31-ാം തിരുവചനം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനഭാഗം എന്താണെന്നറിയാവോ? നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തകർച്ചകളുണ്ടായാലും ഈ വചനം പഠിപ്പിക്കുന്ന എന്താണ്? മരണശിക്ഷയ്ക്ക് വിധിക്കുന്നവരിൽ നിന്ന് രക്ഷിക്കാൻ അഗതിയുടെ വലതുവശത്ത് അവിടുന്ന് നിൽക്കും. അങ്ങേയറ്റം ആ മരണശിക്ഷയ്ക്ക് നോക്കിക്കോ, എല്ലാം തീർന്നു, അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടാവും. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പോലെ ഇനി മുമ്പിൽ ആത്മഹത്യ ചെയ്യും മാത്രമേ ഉള്ളൂ, എന്നാ ചെയ്യേണ്ടെന്നറിഞ്ഞുകൂടാ. എൻ്റെ സഹോദര സഹോദരി, നിനക്ക് വേണ്ടിയാണ് ഈ വചനം. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നിടത്ത് ദൈവം ആരംഭിക്കും. യെസ്, കർത്താവ് നിനക്ക് വേണ്ടി പണിയും. പ്രവർത്തിക്കുന്ന ദൈവം. മനുഷ്യര് പലതും ചിന്തിക്കും. കല്ലറയെങ്കിൽ ഈശോയെ അടക്കം ചെയ്തതോടുകൂടി മനുഷ്യർ വിചാരിച്ചു ഇവൻ്റെ ചരിത്രം തീർന്നു. അല്ല, അവിടുന്ന് ആരംഭിക്കുകയാണ് ദൈവിക ഇടപെടൽ. അവിടെ പ്രവർത്തിക്കുന്ന ദൈവമുണ്ടെന്ന്. നിന്റെ പദ്ധതി അവസാനിക്കുന്നിടത്ത് ദൈവം ആരംഭിക്കും. സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം 135 അതിൻ്റെ 6-ാം തിരുവചനം നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. ആകാശത്തിലും ഭൂമിയിലും ആഴിയിലും അഗാധങ്ങളിലും കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഈ വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചു പോകുമ്പോൾ എന്നെയും നിന്നെയും കർത്താവ് പഠിപ്പിക്കുന്ന ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പ്രവർത്തിക്കുന്ന ദൈവം. നമ്മൾ തുടർന്നുള്ള ആരാധന സമയമാണ്. സാധിക്കുന്നവരൊക്കെ മുട്ടുകുത്തി 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചൊരല്പസമയം, കർത്താവേ, എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവമേ, എനിക്ക് വെളിപ്പെടുത്തണമേ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കണമേ. ആഗ്രഹിക്കണം കേട്ടല്ലോ. ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. വിശ്വാസത്തോടുകൂടെ ആരാധനയുടെ സമയം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ, ആമേൻ. ദൈവമേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ. ദൈവമേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ. എൻ്റെ ആത്മാവിൽ കൃപകൾ ചൊരിയുന്ന കരുണാമയനേ ആരാധന. എൻ്റെ ആത്മാവിൽ കൃപകൾ ചൊരിയുന്ന കരുണാമയനേ ആരാധന. കൂപ്പി ശിരസ്സു നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ,
പരിശുദ്ധ അൾത്താരയിലുള്ളവൻ നിന്നോട് പറയുന്നു, ഞാൻ നിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 5:17 യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ചിന്തിക്കുകയാണ്, എൻ്റെ ജീവിതം വല്ലാണ്ടൊരു മരവിപ്പിലാണ്, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, എല്ലാം അവസാനിച്ചു എന്നിങ്ങനെ നിരാശയിലും ദുഃഖത്തിലുമുണ്ടെങ്കിൽ ഈ പരിശുദ്ധ അൾത്താര നിന്നെ പഠിപ്പിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ, ഇതാ സർവശക്തൻ പ്രവർത്തന നിരതനാണ്. നീ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണ് നീ. ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വസിക്കണം, നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഈ ആരാധനാ സമയത്തു തന്നെ നിന്റെ മേൽ കർത്താവ് പ്രവർത്തിക്കുന്നു. നീ ഇപ്പോൾ ഈ ഭൂമിയിൽ എവിടെയാണെങ്കിലും, നിന്റെ ദുഃഖം എന്തു തന്നെയാണെങ്കിലും, നീ കടന്നു പോകുന്ന അനുഭവങ്ങൾ എത്ര അഗാധമായ ദുഃഖത്തിൻ്റെതാണെങ്കിലും, ഇതാ യേശു നിന്റെ പക്കലേക്ക് വന്ന് നിന്നെ അനുഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം നീ വിശ്വസിക്കണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കണം. ഓ കർത്താവേ, എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമേ, ഇന്ന് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എന്നെ ചലിപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കരങ്ങൾ ഉയർത്തുന്നു. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നാവ് തുറന്ന്, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഓ കർത്താവേ, ആരാധന. ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമേ, ആരാധന. സന്തോഷത്തോടെ കയ്യെ കടിച്ച് പാടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. യെസ്, ഇന്നും പ്രവർത്തിക്കുന്ന ദൈവം. ആമേൻ. എന്നും ജീവിക്കുന്ന ദൈവം, ആമേൻ. അവൻ എന്നെ രക്ഷിക്കുന്ന ദൈവം, യെസ്, പ്രവർത്തിക്കുന്നു. എന്നെ കൺമണിയായുള്ളം കയ്യിലെന്നും നിധി പോൽ കാത്തിടുന്ന ദൈവം, ഇന്നും ഇന്നും എന്നും ജീവിക്കുന്ന ദൈവം, ആ ദൈവം, അവൻ എന്നെ രക്ഷിക്കുന്ന ദൈവം. ആമേൻ, ആമേൻ. എന്നെ കൺമണിയായുള്ളം കയ്യിലെന്നും നിധി പോൽ കാത്തിടുന്ന ദൈവം. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ, ആമേൻ. ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ. യെസ് കർത്താവേ, പെരുമഴ പോലെ, കാറ്റിരമ്പും പോലെ, കടലല പോലെ സ്തുതിച്ചിടുവിൻ. ആ നല്ല ദൈവത്തെ, നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ, സ്തുതിച്ചിടുവിൻ. ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ. ആമേൻ. പെരുമഴ പോലെ, കാറ്റിരമ്പും പോലെ, കർത്താവേ, കടലല പോലെ സ്തുതിച്ചിടുവിൻ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നു. ഇതായ ശുശ്രൂഷ സമയത്ത് പ്രവർത്തിക്കുന്നു. രോഗികളെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. മാനസിക ദുഃഖങ്ങളുള്ളവരെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. നിന്റെ കുടുംബത്തിലെ തടസ്സങ്ങളെ കർത്താവ് എടുത്തു മാറ്റുന്നു. ജോലി മേഖലയിലെ തടസ്സങ്ങൾ കർത്താവ് വിശുദ്ധീകരിക്കുന്നു. നാളുകളായിട്ടുള്ള ബന്ധ തകർച്ചകളെ കർത്താവ് വിശുദ്ധീകരിക്കുന്നു. ക്ഷമിക്കാനും പൊറുക്കാനും കർത്താവ് കൃപ നൽകുന്നു. വചനം വായിക്കാനുള്ള കൃപ കർത്താവ് നൽകുന്നു. മരവിപ്പും സന്തോഷതയും കർത്താവ് എടുത്തു മാറ്റുന്നു. കുടുംബങ്ങളിലെ കുടുംബ പ്രാർത്ഥന കർത്താവ് വീണ്ടും പുനഃസ്ഥാപിക്കുന്നു. നഷ്ടപ്പെട്ട സ്നേഹം കർത്താവ് നിനക്ക് വീണ്ടും തിരിച്ചു നൽകുന്നു. നാളുകളായിട്ട് കുടുംബത്തിൽ വരാൻ പറ്റാതെ പല സ്ഥലങ്ങളിൽ പെട്ടുപോയിട്ടുള്ളവരെ കർത്താവിന്റെ കുടുംബങ്ങളെ എത്തിക്കുന്നു. കർത്താവിന്റെ കൃപ ഈ ശുശ്രൂഷ സമയത്ത് ഒഴുകപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, യേശു ഇന്നും പ്രവർത്തിക്കുന്നു. നീ ഇന്ന് കടന്നു പോകുന്ന അനുഭവങ്ങൾ എത്ര വലിയ ദുഃഖത്തിൻ്റെതാണെങ്കിലും വിശ്വസിച്ചോണം. ഞാൻ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന എൻ്റെ കർത്താവിന് മഹത്വം. വിശ്വസിച്ച് കരങ്ങൾ കൂപ്പി ആശീർവാദം സ്വീകരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ ദൂരങ്ങളിലുള്ള സഹോദരങ്ങളുണ്ട്, പഠനത്തിന് ജോലിക്കൊക്കെ ആയിട്ട് പോയിട്ടുള്ളവർ, അവർക്ക് വേണ്ടി ഈ ആശീർവാദം അങ്ങ് സ്വീകരിച്ചോണം. അവരവിടെ ഒറ്റയ്ക്കോ ഭാരപ്പെട്ടൊക്കെ ആണെങ്കിൽ കർത്താവെ, ഇത് അവരുടെ മേലൊരു ആശീർവാദമാണ്. വിശ്വസിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ, ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ.
പെരുമഴ പോലെ കാറ്റിരമ്പും പോലെ കടലല പോലെ സ്തുതിച്ചിടുവിൻ. ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ. ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ. പെരുമഴ പോലെ കാറ്റിരമ്പും പോലെ കടലല പോലെ സ്തുതിച്ചിടുവിൻ.